ഹായ് ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷ അവിടെ കണ്ണീരോടുകൂടി നിൽക്കുകയാണ്. മറ്റൊന്നല്ല, ശ്രീയേട്ടൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞു. ഇനി ശ്രീയേട്ടനെ കാണാൻ എന്താ ഒരു മാർഗം? താൻ തൻ്റെ ശ്രീയേട്ടനെ കണ്ടെത്തിയപ്പോഴത്തേനും സമയം വൈകിക്കഴിഞ്ഞു. എങ്കിൽ പോലും ശ്രീയേട്ടനോട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് അവൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് തൻ്റെ ശ്രീയേട്ടൻ നിന്ന വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സമയത്ത് ശ്രീയേട്ടൻ അവിടുന്ന് പോയി എന്നാണ് അറിയുന്നത്. പക്ഷേ ഇനി കോണ്ടാക്ട് ചെയ്യാനോ ഒരു മാർഗ്ഗവും ഇല്ലാത്തതുപോലെയായി. കാരണം ഫോണെല്ലാം തന്നെ സ്വിച്ച് ഓഫ്. അപ്പോൾ തന്നെ അബി അവളോട് ചൂടാണ സമയത്ത് തന്നെ വിവേകിന് ദേഷ്യം വരുന്നുണ്ട്. അബി എന്താണ് ഇങ്ങനെ കാണിക്കുന്നത്? നീ കാരണമാണ് ഇത്രയും അനുഭവിക്കുന്നത് വർഷ. ആ ഒരു ശ്രീനാഥിനെ കണ്ട സമയത്ത് അവളോടൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നോ? അത് നീ ചിന്തിച്ചില്ല. നീ നിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടി. ഇന്ന് പാവം വർഷ അത്രയേറെ വിഷമിക്കുന്നത് കണ്ടില്ലേ? കാരണം വർഷയുടെ കാര്യത്തിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. നീ വെറുതെ അവളെ പറ്റിക്കാനല്ലേ നോക്കിയത്? നീ അവളുടെ യഥാർത്ഥ ഫ്രണ്ട് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിവേക് വർഷയെ കൂട്ടിക്കൊണ്ട് വരിക കേട്ടോ. എന്തെങ്കിലും ഒരു തീരുമാനം എന്തായാലും ഉണ്ടാവും എന്നുള്ളത്. അപ്പോഴത്തേനും അബി അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. അബിക്ക് എപ്പോഴും തന്നെ ഇപ്പോഴും ശ്രീനാഥിനെ കിട്ടണം എന്നൊരു വാശിയിൽ തന്നെയാണ്. അല്ലാതെ വർഷയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ പോലും ആ ഒരു അബി ശ്രമിക്കണ പോലുമില്ല. അതുകൊണ്ട് തന്നെ അവളൊരു ക്രൂര മനസ്സിനുടമയാണെന്നുള്ളത് വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആണെങ്കിലോ വസുന്ധരയാണെങ്കിലോ അതായത് വർഷ എന്താണ് തനിക്കൊരു കൃത്യമായ ഒരു മറുപടി തരാത്തതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അഞ്ജുവിനോട് വരാൻ പറയുന്നതും അഞ്ജുവിനായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണ് അഞ്ജു വെട്ടി തുറന്ന് ഇനി മറച്ചു വെച്ചിട്ട് കാര്യമല്ല, വെട്ടി തുറന്ന് ആ കാര്യങ്ങൾ സംസാരിക്കുന്നത് മറ്റൊന്നുമല്ല. വർഷ സ്നേഹിച്ചുകൊണ്ടിരുന്ന ശ്രീനാഥ് തിരിച്ചു വന്നു. അതാണ് ആൻറ്റി അവൾ ഇപ്പോൾ ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത്, അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും വസുന്ധര ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ. 6 മാസത്തെ സമയം ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 6 മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു തീരുമാനം എത്താമെന്ന് അവൾ പറഞ്ഞു. ആ തീരുമാനത്തിൽ അവൾ എത്തിക്കഴിഞ്ഞു. ശ്രീനാഥിനെ അവൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഇപ്പോൾ വിവേകമായിട്ടുള്ള വിവാഹത്തിന് തയ്യാറല്ല എന്ന രീതിയിൽ പറഞ്ഞത്. എന്നാൽ അവളുടെ മനസ്സിൽ എവിടെയോ വിവേകമുണ്ട്. അങ്ങനെ തന്നെ ആ വസുന്ധര എന്തായാലും ഇനി ഇതിനൊരു വെച്ച് പൊറപ്പിച്ചിട്ട് കാര്യമല്ല, പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലെത്തണം. കാരണം വിവേകിനെയാണോ അതുപോലെ ശ്രീനാഥിനെയാണോ അവൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് എനിക്ക് അറിയണമെന്ന് പറയുന്നു. അഞ്ജു ആണെങ്കിൽ അപ്പോൾ തിരിച്ചൊരു മറുപടി പറയുന്നുണ്ട്. ശ്രീനാഥിനെ അന്വേഷിച്ച് അവൾ ചെന്നിരുന്നു, പക്ഷേ ശ്രീ ഇപ്പോൾ അവിടെയില്ല. അവൻ വേറെ എവിടേക്കോ പോയിട്ടുണ്ട്. ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ ആകെ ടെൻഷനായി നടക്കുകയാണ് വർഷ എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, എന്നാലും എൻ്റെ മകനെയാണോ അവൾ സ്വീകരിക്കാൻ താല്പര്യമെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പറയണം. ശ്രീയെ കണ്ടെത്താനും ശ്രമിക്കണം. എന്നിട്ട് അവർ തമ്മിലൊരു തീരുമാനം എടുക്കണം. ശ്രീയുടെ കൂടെയാണ് വർഷയ്ക്ക് ജീവിക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ. അതിനാരും ഇവിടെ എതിർപ്പൊന്നും പറയില്ല. കാരണം അവൾ ആദ്യമേ സ്നേഹിച്ചത് ശ്രീയെ തന്നെയാണ്. അവളുടെ ആ ഒരു ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോഴും അവർ താങ്ങായിട്ടും തണലായിട്ടും നിന്നത് ശ്രീനാഥ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ശ്രീനാഥിനെ അവൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞാലും അതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ അതെല്ലാം തന്നെ വ്യക്തമായിട്ടൊരു മറുപടി എനിക്ക് കിട്ടണം. അല്ലാത്ത പക്ഷം ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് വിവേകിൻ്റെയും വർഷയുടെയും ശ്രീനാഥിൻ്റെയൊക്കെ ജീവിതത്തെ വലിയധികം ബാധിക്കും. അവരോടൊപ്പം നിൽക്കുന്ന നമുക്ക് തന്നെ അത് വലിയ രീതിയിൽ ആഘാതം ഏൽപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുതെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് അഞ്ജു ആണെങ്കിലോ എല്ലാ വിവരം തന്നെ വർഷയോട് ചെന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് വിവേകാണെങ്കിലോ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. വർഷ, നിന്നോട് ഈ സമയത്ത് എനിക്ക് ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ലെങ്കിലും നീ അതിനൊരു ഉത്തരം തന്നെ എനിക്ക് തന്നിരിക്കണം. മറ്റൊന്നുമല്ല, അതായത് ശ്രീയാണോ നിനക്ക് സ്വീകരിക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ തുറന്നു പറയണം. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. കാരണം എപ്പോഴെങ്കിലും ശ്രീനാഥ് 6 മാസത്തിനുള്ളിൽ തിരിച്ചു വരികയാണെങ്കിൽ തനിക്ക് ശ്രീയുടെ അടുത്തേക്ക് പോകുക എന്നുള്ളത് ആ വ്യവസ്ഥ താൻ പാലിക്കുകയും വേണം എന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്നോടുള്ള പ്രണയമാണ് തനിക്ക് വലുതെങ്കിൽ ശ്രീയെ കണ്ടെത്തിയിട്ട് കാര്യങ്ങൾ സംസാരിക്കണം. നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് ഇനി പോവുകയും വേണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. വർഷയ്ക്ക് ഇതിനൊന്നും ഒരു മറുപടി പറയാനായിട്ട് സാധിക്കുന്നില്ല. അത് സത്യം തന്നെയാണ്. കാരണം ഒരു പക്ഷേ തന്നെ ഏതൊരു ആഴക്കടലിൽ നിന്ന് മുങ്ങി താഴെ നിന്ന സമയത്തും രക്ഷിച്ചത് ശ്രീനാഥ് തന്നെയാണ്. ആ ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ഒരിക്കലും വർഷയ്ക്ക് മറക്കാൻ സാധിക്കുന്നില്ല. 1, 2, 3 പ്രാവശ്യമൊക്കെ ആയിരിക്കാം ശ്രീനാഥിനെ കണ്ടിട്ടുള്ളെങ്കിലും അയാൾ തന്നിട്ടുള്ള ആ ഒരു വാക്കുകളിലുള്ള ആ ഒരു സത്യസന്ധാവസ്ഥ അവൾക്ക് എപ്പോഴും തന്നെ ഓർമ്മയിൽ വരികയാണ്. ആരുമില്ലാത്ത തന്നെ ശിക്ഷിക്കാനും സംരക്ഷിക്കാനും തയ്യാറായി മുന്നോട്ട് വന്ന ആ പുരുഷൻ. മാത്രമല്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തന്നെ കൊണ്ടുപോകാൻ ഏതവസ്ഥയിലും ഞാൻ വരുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുള്ള ആ ഒരു ശ്രീനാഥിനെ തന്നെ വർഷ മനസ്സിൽ കാണുകയാണ്. അത്രയും
ഹൃദയത്തിന് ഉറപ്പുള്ള ആ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. പക്ഷേ എനിക്ക് വേണ്ടി തൻ്റെ ജീവിതത്തിലെ ആ ഒരു വലിയ സ്വപ്നങ്ങളെല്ലാം തന്നെ മറഞ്ഞു പോയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ. കാരണം ആക്സിഡൻറ്റ് സംഭവിച്ചു, ബുദ്ധിക്ക് ഇപ്പോൾ സ്ഥിരതയില്ല. ഇതെല്ലാം തന്നെ വർഷയ്ക്ക് വേണ്ടിയിട്ടാണ് ശ്രീനാഥിന് സംഭവിച്ചത്. അതെല്ലാം ഓർക്കുമ്പോൾ വർഷ ആ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേരുകയാണ്. കാരണം ശ്രീനാഥിനെ തന്നെയാണ് ഞാൻ സ്വീകരിക്കേണ്ടത്, അതാണ് ചെയ്യേണ്ടത്. കാരണം വിവേകിന് എല്ലാം പറഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. കാരണം പറഞ്ഞിട്ട് കാര്യമല്ല, എനിക്ക് വേണ്ടി ജീവിതം തന്നെ തകർത്ത ഒരാളാണ് ശ്രീനാഥ്. അപ്പോൾ അയാൾക്ക് വേണ്ടി തന്നെയല്ലേ ഞാൻ ജീവിക്കേണ്ടത് എന്നൊരു മനസ്സിലൊരു കുറ്റബോധം വർഷയെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അത് തന്നെ വിവേകിനെ കാണുമ്പോൾ ഒരിക്കലും തന്നെ വിവേക് എനിക്ക് വേണ്ടി ചെയ്തു തന്നതൊന്നും വർഷ മറക്കുന്നുമില്ല. അങ്ങനെ വർഷയ്ക്കും വിവേകിനെ അങ്ങനെ ഉപേക്ഷിച്ച് കളയാനും സാധിക്കുന്നൊന്നുമില്ല കേട്ടോ. ആ മനസ്സിൽ ഇപ്പോഴും വിവേകിനോടുള്ള സ്നേഹം ഉണ്ട്. പക്ഷെ ഇതിനൊരു തീരുമാനം എന്താണെന്ന് അറിയില്ല കേട്ടോ. വർഷയ്ക്കും പാവം ചിന്തിച്ചിട്ട് ഒരു എത്തും പൊടിയില്ലാതെ നടക്കുവാണ്. എന്തായാലും നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിലൂടെ എന്താ സംഭവിക്കാമെന്ന് കണ്ട് തന്നെ അറിയാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ശ്രീനാഥിനെ കണ്ടതിന് ശേഷം തന്നെ കാര്യങ്ങൾ സംസാരിക്കണം. ഇപ്പോഴും ശ്രീയുടെ മനസ്സിൽ എന്നും വർഷയാണെന്ന് തന്നെയാണ് ശ്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിവേകും ശ്രീയും കൂടി ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് വർഷയ്ക്കും അവരോട് സംസാരിക്കണം. അതിനുശേഷം തന്നെ നല്ലൊരു തീരുമാനം വർഷ എടുക്കണം. കാരണം അത് രണ്ടു പേർക്കും അനുകൂലമാവുന്ന ഒരു തീരുമാനം പോലെ. കാരണം ആർക്കാർക്കും വേദന ഇല്ലാത്ത രീതിയിൽ തന്നെ അത് ഡീൽ ചെയ്യാനായിട്ട് വർഷയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം കേട്ടോ. എന്തായാലും വരുന്ന എപ്പിസോഡിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കട്ടെ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് കഴിയുന്നത് കേട്ടോ.